നമസ്കാരം യൂട്യൂബ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ 2 എന്ന മൂവി ഇതേ ഇപ്പോൾ കണ്ട് വന്നുള്ളൂ. വളരെ മോശമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന്. ഞാൻ ഈ സിനിമ കാണാൻ പോകാനായിട്ട് മെയിൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാമത് എസ് ശങ്കറിൻ്റെ ഒരു മൂവി, അതായത് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷമുള്ള നമ്മുടെ എസ് ശങ്കറിൻ്റെ ഒരു നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിചാരിച്ച് പോയി കണ്ടു. പിന്നെ ഉലകനായകൻ കമൽഹാസൻ, അനിരുദ്ധ്, പിന്നെ നമ്മുടെ വിവേക്, നെടുമുടി വേണുവിനെയൊക്കെ യൂസ് ചെയ്തിട്ട് അവരെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഷോയാണ് പോയി കണ്ടത്. തീർത്തും ഭയങ്കര നിരാശയായിട്ടാണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് മടങ്ങേണ്ടി വന്നത്. ഫസ്റ്റ് ഹാഫ് പറ്റിയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് വളരെ മോശം, ഭയങ്കര ലാഗും ഭയങ്കര ക്ലീശ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ പോകുന്നത്. അതിൽ തുടക്കം തന്നെ ഫസ്റ്റ് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടറാണ് ചിത്ര അരവിന്ദൻ. അപ്പോൾ ഇവരുടെ ഒരു ഗ്യാങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇവരാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവരുടെ രീതിയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഭിത്തിയിൽ തേച്ചൊട്ടിക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവരുടെ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് പറ്റാണ്ടാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ, നമ്മുടെ ഇന്ത്യൻ സേനാപതി ആയിട്ടുള്ള നമ്മുടെ കമൽഹാസനെ ഇന്ത്യയിലേക്ക് തിരിച്ച് വിളിച്ച് വരുത്തുകയാണ്. കംബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗ് വെച്ചിട്ട്, അതായത് അനീതി അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ശങ്കറിൻ്റെ സ്ഥിരം സാധനങ്ങൾ, ക്ലീശ സാധനങ്ങൾ മൊത്തം ഇതിനകത്തുണ്ട്. അപ്പോൾ കംബാക്ക് ഇന്ത്യ എന്നുള്ള ഹാഷ്ടാഗ് വെച്ചിട്ട് അത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ട് അത് നമ്പർ 1 ആവട്ടോ. ആ ഹാഷ്ടാഗ് നമ്പർ 1 ആവും. നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ തന്നെ അതിനകത്തുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കമൽഹാസൻ വന്നിട്ട്, ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലർ ആവും. അപ്പോൾ അന്ന് വന്നിട്ട് ബാക്കി ഉണ്ടാവുന്ന കുറേ എല്ലാ പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരണേ. ഫസ്റ്റ് ഹാഫിൽ ആൾ എത്തും, എയർപോർട്ട് വഴി എത്തുമ്പോൾ എനിക്ക് അതിലത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ, കമൽഹാസൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദശാവതാരം എന്ന മൂവിയൊക്കെ കണ്ടിട്ടുണ്ട്. അതിലത്തെ ആ ഒരു ചൈനക്കാരനെ കണ്ടിട്ടില്ലേ, സ്റ്റണ്ട്, അതേപോലത്തെ ഒരു ലുക്കിലാണ് ആൾ വരുന്നതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇത്ര ഹൈ സെക്യൂരിറ്റി കാര്യങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആളെങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കണത്. അത് ഇടയ്ക്ക് ബോബി സിംഹ ആൾ പറയുന്നുണ്ട് ആ സിനിമയിൽ, ഇത്ര ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള സംഭവങ്ങളിലൊക്കെ ആളെങ്ങനെ എത്തിപ്പെടുന്നു, ആൾക്ക് ലോക്കൽ സപ്പോർട്ട് ഉണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ എത്ര ലോക്കൽ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇത്തരം സെക്യൂരിറ്റികളൊക്കെ ഭേദിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. ലോജിക്കില്ലാണ്ട് കണ്ടാൽ മതിയിട്ട് സിനിമ. അങ്ങനെ പല സ്ഥലത്തും കയറി ചെന്നിട്ട് ഇയാളെ പല ആൾക്കാർ കൊല്ലുന്നുണ്ട്. കൊല്ലണതൊക്കെ മർമ്മത്തിൽ കുത്തിയിട്ടൊക്കെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ പിടിച്ചാണ്. മർമ്മത്തിൽ കുത്തിയിട്ട് ഒരാളുടെ സ്വഭാവം തന്നെ മാറ്റുക, അതൊക്കെ ഭയങ്കര അയ്യോ എന്തെന്ന് കാണിച്ചു കൂട്ടിയേക്കണേന്ന് ഞാൻ വിചാരിച്ചു പോയി. ഇങ്ങനെ ഒരു പൗരുഷ്യമുള്ള ഒരാളെ ഒരു ആണും പെണ്ണും കെട്ട ഒരു രൂപത്തിലേക്ക് ആ ഒരു ഇതിലേക്ക് മാറ്റുക, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാണുന്നവരും വിശ്വസിക്കണ്ടേ. അങ്ങനത്തെ രീതിയിൽ വേണ്ട സിനിമ എടുക്കാനായിട്ട്. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഈ സിനിമ പോകണത് തന്നെ. അതൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ഭയങ്കര ലാഗ് അടിച്ചു നമുക്ക്. കമൽഹാസനെ കാണിക്കുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെ ഭയങ്കര ലാഗായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലായി പടത്തിൻ്റെ കൈ വിട്ടുപോയി എന്നുള്ള കാര്യം. ശങ്കറിൻ്റെ സെയിം സാധനങ്ങൾ, സെയിം പാറ്റേൺ ആയിട്ടുള്ള കഥ ആൾക്കിതെങ്ങനെ, അതായത് നമ്മളിപ്പോൾ ന്യൂ ജനറേഷനായിട്ടുള്ള പിള്ളേരും, ഇപ്പം ഞാനും 90s ജനിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാനും ആ സമയത്ത് കണ്ട സിനിമകൾ ഈ സമയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം സിനിമകൾ ഇറക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി വിട്ടിട്ട് ഇപ്പോഴും പഴയ പരിപാടികൾ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പടത്തിലേക്ക് വരാം, വഴി മാറിപ്പോയി. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സേനാപതിയെ പിന്നെ തിരിച്ചയക്കി വരിക ഇവരെല്ലാവരും കൂടിയിട്ട്. ഇവരെല്ലാം ഇന്ത്യ മൊത്തം കറപ്റ്റഡ് ആണെന്ന് സിനിമ പിന്നെ കാണിച്ചു തരും. പിന്നെ അതിനകത്ത് ഈ കമൽഹാസനും കുറച്ച് ഗുണ്ടകളൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റണ്ട് സീനുണ്ട് ഒരു ഗോഡൗണിൽ വെച്ചിട്ട്. അത് മൊത്തം ജിമ്മന്മാരാണ് കേട്ടോ. അവർ
ഈ ഗോഡൗണിൽ വെച്ചിട്ട് ഷർട്ട് ഊരിയിട്ട് 6 പാക്ക് കാണിക്കുക, ഡബിൾ ബൈസപ്സ് പിടിക്കുക. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു പോയി ഇത് വല്ല മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ എങ്ങാനാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചു പോയി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ആ സിനിമയിൽ കാണാൻ പറ്റിയത്. എന്നിട്ട് അത് പിന്നീടാണ് മനസ്സിലായത്, അതായത് കമലഹാസൻ്റെ ശരീരം കാണിക്കാനുള്ള ഒരു പരിപാടികളൊക്കെയാണ് ഈ ഒരു ചെറിയൊരു മുഹൂർത്തം കടന്നുപോയതെന്ന് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ ലാസ്റ്റ് പടം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ 3യുടെ ട്രെയിലർ കാണിക്കുന്നുണ്ട്. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. ആ ട്രെയിലർ നല്ല രസകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പടം 3 മണിക്കൂർ ഇരുന്ന് കാണേണ്ട ഒരു അവസ്ഥയായി. ചുരുക്കി പറഞ്ഞു അത്ര അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് എത്തിപ്പെട്ടു എന്ന് വേണം പറയാൻ. പിന്നെ നമുക്കറിയാലോ, ഒരു സിനിമ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവരാധ മൂഡ് ഓണായി കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂക്കുവിളികളും കമൻ്റ് അടികളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തിയേറ്റർ ഫുള്ള് നിറഞ്ഞു. പിന്നെ ആ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു സിനിമ കണ്ടിരുന്നത്. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ പടത്തിനെ വേണ്ടിയിട്ട് പറയാനുള്ളത്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് എൻ്റെ അമ്മേ വധമായിരുന്നു. പല ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള പല സിനിമകളുടെയും മ്യൂസിക്കും സോങ്ങും. താത്ത വരാർന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, അതൊക്കെ ഭയങ്കര സിമിലാരിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഏതൊരു പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അനിരുദ്ധിനെ എന്തുകൊണ്ട് ഈ റഹ്മാനെ മാറ്റിയിട്ട് വെച്ചു എന്നുള്ള ചോദ്യചിഹ്നം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിനെ മാറ്റിയിട്ട് അനിരുദ്ധിനെ പോലെ ഒരാളെ കൊണ്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശം പരിപാടി. അതൊക്കെ തന്നെയായിരിക്കും ഈ സിനിമ പൊട്ടാനുള്ള കാരണം. എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു ബിലോ എവറേജ് സിനിമ, ഭയങ്കര മോശം. കമലഹാസനെ കൊണ്ട് പറ്റുന്നില്ല ഒരു കാര്യങ്ങളും. പിന്നെ എടുത്തു പറയേണ്ട 2 പോസിറ്റീവ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ നെടുമുടി വേണുവിനും വിവേകിനും കാണിച്ചത്, അതൊക്കെ നല്ല രസകരമായിട്ട്. പിന്നെ സിനിമോട്ടോഗ്രാഫി, ആ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വേറൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട് പറയാനായിട്ട്. അപ്പോൾ പടം കഴിഞ്ഞു വിചാരിച്ചിട്ട് ആരും എനിക്ക് പോകണ്ട. പടം കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ ആ ഒരു 2 മിനിറ്റിൻ്റെ ആയിട്ട് ട്രെയിലർ ഉണ്ട് 3, അത് നല്ല രസകരമായിട്ട് ഫീൽ ചെയ്തു. ഇത്രയൊക്കെ തന്നെയുള്ളൂ സിനിമയെ പറ്റിയിട്ട് പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു ഗൈസ്.